അന്യഗ്രഹജീവികൾ ജീവജാലങ്ങളുടെ ഉത്ഭവം കൂലങ്കഷമായി അപഗ്രഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രബന്ധത്തിൽ അന്യഗ്രഹജീവികളെക്കുറിച്ചും പരാമർശിക്കാതിരിക്കാനാകില്ല. പതിനായിരക്കണക്കിന് കോടി ഗാലക്സികളും മഹാകോടി നക്ഷത്രങ്ങളും അതിലേറെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒരേ രീതിയിൽ ഏകകാലികമായി രൂപപ്പെട്ട ഒരു പ്രപഞ്ച മാതൃകയാണ് ഞാനിവിടെ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഈ രീതിയിൽ രൂപപ്പെട്ടിട്ടുള്ളതായ ഒരു പ്രപഞ്ചത്തിൽ പല ഗ്രഹങ്ങളിലും ഉപഗ്രഹങ്ങളിലും മനുഷ്യരും മനുഷ്യരെക്കാൾ കുറഞ്ഞ അല്ലെങ്കിൽ കൂടിയ ബുദ്ധിശേഷിയുള്ള ജീവികളുമൊക്കെ ഉണ്ടായിരിക്കാമെന്ന് പ്രവചിക്കുന്നതാണ് ഉണ്ടാവില്ലെന്ന് പ്രവചിക്കുന്നതിനേക്കാൾ ബുദ്ധിപൂർവമായി കാണേണ്ടത്. സാങ്കേതികമായി നമ്മൾ ഏറെ മുന്നേറിയിട്ടുള്ളതിനാൽ അന്യഗ്രഹജീവികൾ ഏതു നിമിഷവും കണ്ടുപിടിക്കപ്പെടാമെന്ന് പ്രവചിക്കുന്നതാണ് അടുത്ത കാലത്തൊന്നും കണ്ടുപിടിക്കപ്പെടില്ലെന്ന് പ്രവചിക്കുന്നതിനേക്കാൾ വിവേകപരമെന്നും കാണാനാകും. ബുദ്ധിമതികളെന്ന് ചുരുങ്ങിയ പക്ഷം വിഡ്ഢികളല്ലെന്നെങ്കിലും സ്വയം കരുതുന്നവർ അന്യഗ്രഹജീവികൾ ഒരു യാഥാർത്ഥ്യമാണെന്ന് അഭിപ്രായപ്പെടാനേ താൽപ്പര്യപ്പെടുകയുള്ളൂ. ഭൂമിയിലല്ലാതെ മറ്റൊരിടത്തും ജീവജാലങ്ങൾ കാണപ്പെടുകയില്ലെന്ന് പ്രസ്താവിക്കാൻ അവരാരും ധൈര്യപ്പെടുകയില്ല. അന്യഗ്രഹജീവികൾ നിലനിൽക്കുന്നില്ലെന്ന ഒരു പ്രസ്താവനയോടെ ഭാവനകൾ ഭൂമിയിൽ മാത്രം ഒതുങ്ങിനിന്ന് മുരടിച്ചു പോകുന്നതായി ഭൗതികജ്ഞർക്ക് അനുഭവിക്കുന്നുമുണ്ടാകാം. ഭാവനകൾ അനന്തമായി വ്യാപരിപ്പിക്കുന്നതിന് അന്യഗ്രഹജീവികളെക്കുറിച്ചുള്ള ചിന്ത ഊർജം പകരുന്നതാണ്. അന്യഗ്രഹജീവികളുമായുള്ള സമാഗമ വാർത്തയേക്കാൾ കോരിത്തരിപ്പിക്കുന്ന മറ്റൊരു വാർത്തയും ശാസ്ത്രലോകത്തു നിന്നും മനുഷ്യകുലത്തിനുണ്ടാകാൻ പോകുന്നില്ല. പോപ്പുലർ സയൻസ് ഗ്രന്ഥരചയിതാക്കൾ, വീഡിയോ ഡോക്യുമെന്ററി ചിത്രീകരണക്കാർ, ശാസ്ത്രജ്ഞാനമുള്ളവരായി അറിയപ്പെടുന്നവർ, എന്തിനേറെ ശാസ്ത്രജ്ഞർ പോലും ജനങ്ങളുടെ ഈ ജിജ്ഞാസ ലാഭലാഭത്തോടെ മുതലെടുത്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഇന്ദ്രിയഗോചരവുമല്ലാത്തതുമായ വ്യത്യസ്ത ആവൃത്തികളിലുള്ള വിദ്യുത്കാന്തിക തരംഗങ്ങൾ, ശബ്ദയാന്ത്രിക തരംഗങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്കറിയാം. ഇന്ദ്രിയഗോചരമല്ലാത്ത ആവൃത്തിയിലുള്ള ഇത്തരം തരംഗങ്ങൾ ഗ്രഹിക്കാൻ സഹായകമാകുന്ന ദൃശ്യശ്രവണ ഉപകരണങ്ങളും മാർഗങ്ങളും നമുക്കുണ്ട്. ഉപകരണങ്ങളൊന്നും സഹായമില്ലാതെ തന്നെ ഇവയിൽ പലതും ഗ്രഹിക്കാൻ കഴിവുള്ള ജീവികളുണ്ടായെന്നും നമുക്കറിയാം. വിദ്യുത്കാന്തിക തരംഗങ്ങൾ മുഴുവനായും ആഗിരണം ചെയ്യുന്നതോ പ്രതിഫലിപ്പിക്കുന്നതോ ആയ വസ്തുക്കൾ ചില ആവൃത്തികളിലുള്ളവ മാത്രം ആഗിരണം ചെയ്യുകയും മറ്റുള്ളവ പ്രതിഫലിപ്പിക്കുകയോ വഴിതിരിച്ച് കടത്തിവിടുകയോ ചെയ്യുന്ന വസ്തുക്കളെ സംബന്ധിച്ചും നമുക്കറിവുണ്ട്. ഈ അറിവുകളുടെയൊക്കെ വെളിച്ചത്തിൽ നമുക്കറിയാൻ കഴിയുന്നില്ലെങ്കിലും നമ്മെക്കുറിച്ച് വ്യക്തമായി അറിയാൻ പ്രാപ്തിയുള്ള ഇന്ദ്രിയാവയവങ്ങളോടുകൂടിയതായ അല്ലെങ്കിൽ അതിന് സഹായകമാകുന്ന ഉയർന്ന സാങ്കേതിക വിദ്യ കൈവശമുള്ള ജീവികളെക്കുറിച്ച് വിഭാവനം ചെയ്യാനും നമുക്കിന്ന് എളുപ്പമാണ്. അങ്ങനെ നമ്മുടേതിൽ നിന്നും വ്യത്യസ്തമായ രാസഘടനയോടെ രൂപപ്പെട്ടിട്ടുള്ളതായി പറയപ്പെടുന്ന അരൂപികളായ ജീവികളെപ്പോലും അവതരിപ്പിക്കാൻ ശാസ്ത്രജ്ഞാനമുള്ളവർക്ക് മടിയില്ലാത്ത ഒരവസ്ഥയാണിന്നുള്ളത്. ചുരുക്കത്തിൽ അന്യഗ്രഹജീവികൾ കേവലം ഭാവനാ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ഭൗതികജ്ഞർ ധൈര്യപ്പെടുന്നില്ല. എന്നാൽ ഇത്തരത്തിലുള്ള അരൂപികളായ ജീവികളെക്കുറിച്ചുള്ള ആശയം ആദ്യമായി മുന്നോട്ട് വച്ചതിന്റെ ബഹുമതി തങ്ങൾക്ക് ലഭിക്കില്ലെന്നും അത് മതവിശ്വാസികൾക്ക് അവകാശപ്പെട്ടതാണെന്നും അവർക്ക് സമ്മതിക്കാതിരിക്കാനാകില്ല. ഇതിലേറെ ഭാവനാസമ്പന്നമായ അനവധി കഥകൾ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ അരൂപികളായ ദൈവങ്ങളെക്കുറിച്ചും എതിരാളികളെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമൊക്കെ വിശദീകരിച്ചുകൊണ്ട് മതങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. തുടരും.